നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വാഴ സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ വിജയവും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനവും സിനിമയിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും ഉള്ളൊരു വിശകലനം മാത്രമാണ്. വാഴ 2ൻ്റെ വിജയവും ഹാഷിറിൻ്റെ ടീമിൻ്റെ പങ്കും എന്താണെന്ന് നോക്കാം. വാഴയുടെ വിജയം കേവലം ഇൻഫ്ലുവൻസർമാർ അഭിനയിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല, മറിച്ച് പല ഘട്ടങ്ങളുടെ ഒത്തുചേരലാണ്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേറ്റബിലിറ്റിയാണ്. സിനിമ പറയുന്ന കഥ ഇന്നത്തെ തലമുറയുടെ ജീവിതവുമായി വളരെ ചേർന്നു നിൽക്കുന്നു. സൗഹൃദം, കുടുംബം, ഭാവിയെക്കുറിച്ചുള്ള ആശകൾ എന്നിവ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർമാരുടെ ഒരു സ്വാധീനമാണ്. ഹാഷർ, അലൻ, വിനായകൻ, അജിൻ തുടങ്ങിയവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അവരുടെ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് അവരുമായി ഒരു വ്യക്തിപരമായ ബന്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് സിനിമയുടെ തുടക്കത്തിലുള്ള ഹൈപ്പും ആദ്യ ദിവസത്തെ കളക്ഷനെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ് ക്വാളിറ്റിയാണ്. വെറും മുഖങ്ങൾ കൊണ്ട് മാത്രം സിനിമ വിജയിക്കില്ല. തിരക്കഥയിലെ നർമ്മവും വൈകാരികമായ നിമിഷങ്ങളും ശരിയായ ബാലൻസ് ചെയ്ത് വിപിൻ ദാസിൻ്റെ തിരക്കഥയ്ക്കും സംവിധാനം ചെയ്ത സാവിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. യുവതലമുറ തിയേറ്ററിലേക്കുള്ള വരവ് ഇതിനകത്തും ഒരു ഘടകമാണ്. അത് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമയായതുകൊണ്ട് തിയേറ്ററുകളിൽ യുവ പ്രേക്ഷകർ വലിയ തോതിൽ എത്തിയത് സിനിമയുടെ ബോക്സ് ഓഫീസ് കുതിപ്പിന് കാരണമായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ പിള്ളേരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് ഇൻഫ്ലുവൻസർമാർ തങ്ങളുടെ സ്വകാര്യ ജീവിതവും തമാശകളും നേരിട്ട് പങ്കുവെക്കുന്നതുകൊണ്ട് യുവാക്കൾക്ക് അവരെ നേരെ സെലിബ്രിറ്റി ആയിട്ടല്ല, മറിച്ച് തങ്ങളുടെ അടുത്ത സുഹൃത്തായിട്ടാണ് തോന്നുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ, സിനിമയിലെ കുറ്റമറ്റ സംഭാഷണങ്ങളെക്കാളും ഇൻഫ്ലുവൻസർമാർ ഉപയോഗിക്കുന്ന സ്വാഭാവികമായ തമാശകൾ നിറഞ്ഞ സംഭാഷണമാണ് യുവാക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് സിനിമകളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അവരത് സ്വീകരിക്കുന്നുമുണ്ട് ജനങ്ങൾ. അതുപോലെ തന്നെ ട്രെൻഡിങ്, എന്തെടുക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ചിന്തിക്കണം എന്ന് പോലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തീരുമാനിക്കുന്ന ഒരു തലത്തിൽ കാര്യങ്ങൾ ചേർന്നിട്ടുണ്ട്. അതുപോലെ ഈ ഇൻഫ്ലുവൻസർമാർ ഒറ്റയ്ക്ക് ഒരു പടം നാളെ ഹീറോ ആയിട്ട് വരുവാണെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിന് അത്യാവശ്യമായിട്ട് തിരക്കഥയുടെ ഒരു ബലം വേണം. അതായത് സോഷ്യൽ മീഡിയയിലെ 30 സെക്കൻഡ് വീഡിയോ പോലെയല്ല 2 മണിക്കൂർ സിനിമ. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഴവും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ശക്തിയും വേണം. പെർഫോമൻസ്, റീൽസിൽ അഭിനയിക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതും വ്യത്യസ്തമാണ്. അഭിനയത്തിലെ മികവ് തെളിയിക്കേണ്ടതുണ്ട്. സംവിധായകൻ്റെ ഒരു മികവ്, അതായത് ഇൻഫ്ലുവൻസറുടെ സ്റ്റൈൽ മാത്രം പോരാ, ഒരു സിനിമ സമഗ്രമായി കൊണ്ടുപോകാൻ കഴിയുന്നൊരു സംവിധായകനാവണം. കണ്ടൻറ്റ്, പിന്നെ ഹൈപ്പ്, സിനിമയുടെ പ്രൊമോഷൻ അവരുടെ സോഷ്യൽ മീഡിയ വഴി തന്നെ ചെയ്യാമെങ്കിലും അത് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഒരു ഓൾ ഇന്ത്യ ഉള്ളതാകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ യുവതലമുറയാണ് പ്രധാന ടാർഗറ്റ് എങ്കിൽ ഏപ്രിൽ, മെയ്, ഒക്ടോബർ, ഡിസംബർ സീസണിലൊക്കെ അത്രയും മാസങ്ങളിലൊക്കെയാണ് ഇത് റിലീസിന് കുറച്ചുകൂടെ നല്ലത്. പിന്നെ മത്സരം ഒഴിവാക്കുന്നതിനും കുറച്ചുകൂടെ ബെറ്റർ. അതായത് വലിയ സ്റ്റാർ കാസ്റ്റുള്ള സിനിമകൾ വരുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നത് റിസ്ക്കാണ്. പക്ഷേ വാഴ 2നെ സംബന്ധിച്ച് അതിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. മറ്റു സിനിമകൾ വന്നാൽ പോലും അത് വീഴില്ല. മാത്രമല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവർ നല്ല പ്രകടനമാണ് കാണിച്ചു വെച്ചത്. ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ചുരുക്കത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ താരത്തിളക്കം സിനിമയുടെ പ്രാരംഭഘട്ടത്തിലെ ആളുകളെ തിയേറ്ററുകളിൽ എത്തിക്കാൻ സഹായിക്കും. എന്നാൽ സിനിമ നിലനിൽക്കണമെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഒരു വലിയ സിനിമാറ്റിക് അനുഭവം തന്നെ നൽകണം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.